ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഈ 2026 10th പ്രിലിംസിൻ്റെ എക്സാമുകളെ പറ്റി നമുക്ക് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പോൾ PSC കലണ്ടർ വന്നിരിക്കുന്ന സമയമാണല്ലോ, എക്സാം ഡേറ്റും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സാം ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. കമ്പനി ബോർഡ് LGS 2026 10th ലെവൽ പ്രിലിംസ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, ഇതിൻ്റെ 10th പ്രിലിംസിൻ്റെ ഒക്കെ സിലബസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഏകദേശം ഒരു ഈ രണ്ട് എക്സാമുകൾ, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGSും ഇത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്, എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് PSC സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് എക്സാമുകൾക്കും 10th ലെവൽ പ്രിലിംസ് എക്സാമിന്, അതായത് സിലബസ് ഒരുപോലെയാണ്. എപ്പോഴും സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ട് സിലബസിൽ എന്താണെന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി വേണം പഠിക്കാൻ. 2026 തുടക്കം നല്ല ഒരു ഗംഭീര തുടക്കമാകട്ടെ. നന്നായിട്ട് പഠിച്ചാൽ ഏകദേശം 6 മാസത്തോളം ഉണ്ട്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ 20 മാർക്കിൻ്റെയാണ് വരുന്നത്. ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മുൻനിരയിൽ എത്താൻ കഴിയും. ധാരാളം വേക്കൻസികൾ ഉണ്ടാകും ഇതിന്. ഈ രണ്ട് പരീക്ഷകൾ PSC എക്സ്പെക്ട് ചെയ്യുന്നത് 2026 ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ്. ചുരുങ്ങിയത് 6 മാസമുണ്ട്. ഇനി ഇതിൻ്റെ സിലബസ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാം. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 60 മാർക്ക് പ്രിലിംസിൻ്റെ സിലബസ്. സയൻസ് 20 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും 10 മാർക്ക്, നാച്ചുറൽ സയൻസ് ബയോളജി 10 മാർക്ക്, അങ്ങനെ രണ്ടും കൂടെ കൂട്ടി 20 മാർക്ക്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ്. സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സെൽഫ് കോൺഫിഡൻസോടുകൂടി, നല്ല സക്സസ് മൈൻഡ് സെറ്റോടുകൂടി കഠിനാധ്വാനം ചെയ്താൽ മുൻനിരയിലെത്താൻ കഴിയും. സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. ടോട്ടൽ 100 മാർക്കാണ്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 60 മാർക്ക്, സയൻസ് 20 മാർക്ക്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 10 മാർക്ക്, ബയോളജി 10 മാർക്ക്. അങ്ങനെ സയൻസിന് ടോട്ടൽ 20 മാർക്ക്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്സ്. ഈ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ അതിൻ്റെ പ്രിലിംസിനും മെയിൻസിന് 90% പ്രിലിംസിന് പഠിക്കുന്നത് അത് തന്നെയായിരിക്കും മെയിൻസിൻ്റെ സിലബസ്. ബെവ്കോ LDC ആകുമ്പോൾ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട്, കുറച്ചും കൂടെ ഡീപ്പായിട്ട് മെയിൻസിന് പഠിക്കേണ്ടി വരും. ബെവ്കോ LDC പ്രിലിംസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം. ബെവ്കോ LDC പ്രിലിംസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. അതായത് 10th ലെവൽ പ്രിലിംസ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS. കമ്പനി ബോർഡ് LGSന് പ്രിലിംസിന് പഠിക്കുന്നത് 90% ആ സിലബസ് തന്നെ ആയിരിക്കും മെയിൻസിനും. ആ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതി. കുറച്ച് കോൺഫിഡൻസോടുകൂടി എക്സാം പ്രിപ്പയർ ചെയ്യുക. 6 മാസം ഉണ്ടല്ലോ. ബെവ്കോ LDC ആണെങ്കിൽ പ്രിലിംസിന് പഠിച്ചത് അതിനേക്കാൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മെയിൻസിന് പഠിക്കേണ്ടി വരും. അത് LDC ആണല്ലോ. അതുകൊണ്ട് ഇനി GKക്കുള്ളത് 60 മാർക്ക്. ജനറൽ നോളജ്, അതായത് പൊതുവിജ്ഞാനം, ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, കറണ്ട് അഫയേഴ്സ് വരും, റിനൈസൻസ്, പുനരുദ്ധാരണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരിഷ്കാരങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. സയൻസിനാണെങ്കിൽ ആകെ 20 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും 10 മാർക്കും, ബയോളജി, നാച്ചുറൽ സയൻസ് 10 മാർക്കും. കണക്കാണെങ്കിൽ മെന്റൽ എബിലിറ്റി, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, മാത്തമാറ്റിക്സ് ടോപ്പിക്കിലുള്ളത് അത് 20 മാർക്കിൻ്റെയാണ്. ഈ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ അതിൻ്റെ പ്രിലിംസിനും മെയിൻസിന് 90% പ്രിലിംസിന് പഠിക്കുന്നത് അത് തന്നെയായിരിക്കും മെയിൻസിൻ്റെ സിലബസ്. ബെവ്കോ LDC ആകുമ്പോൾ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട്, കുറച്ചും കൂടെ ഡീപ്പായിട്ട് മെയിൻസിന് പഠിക്കേണ്ടി വരും. ബെവ്കോ LDC പ്രിലിംസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം. ബെവ്കോ LDC പ്രിലിംസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. അതായത് 10th ലെവൽ പ്രിലിംസ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS. കമ്പനി ബോർഡ് LGSന് പ്രിലിംസിന് പഠിക്കുന്നത് 90% ആ സിലബസ് തന്നെ ആയിരിക്കും മെയിൻസിനും. ആ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതി. കുറച്ച് കോൺഫിഡൻസോടുകൂടി എക്സാം പ്രിപ്പയർ ചെയ്യുക. 6 മാസം ഉണ്ടല്ലോ. ബെവ്കോ LDC ആണെങ്കിൽ പ്രിലിംസിന് പഠിച്ചത് അതിനേക്കാൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മെയിൻസിന് പഠിക്കേണ്ടി വരും. അത് LDC ആണല്ലോ. അതുകൊണ്ട്
ഇനി GK-ക്കുള്ളത് 60 മാർക്ക്, ജനറൽ നോളജ്, അതായത് പൊതുവിജ്ഞാനം, ഹിസ്റ്ററി വരും, ജിയോഗ്രഫി വരും, കറണ്ട് അഫയേഴ്സ് വരും, റിനൈസൻസ്, പുനരുദ്ധാരണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരിഷ്കാരങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. സയൻസിനാണെങ്കിൽ ആകെ 20 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും 10 മാർക്കും, ബയോളജി നാച്ചുറൽ സയൻസ് 10 മാർക്കും. കണക്കാണെങ്കിൽ മെൻ്റൽ എബിലിറ്റി, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, മാത്തമാറ്റിക്സ് ടോപ്പിക്കിലുള്ളത് അത് 20 മാർക്കിൻ്റെയാണ്. കമ്പനി മോഡ് LGS ഒറ്റ എക്സാം ആയിട്ടായിരിക്കും നടത്തുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. പ്രിലിംസും മെയിൻസും ഉണ്ട് എന്ന് അറിവ് കിട്ടിയിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ട് എക്സാം നടക്കുന്നു. പ്രിലിംസിന് പാസ്സായവരെ മെയിൻസിലേക്ക് കടത്തിവിടുന്നതാണ്. പ്രിലിംസിന് പാസ്സായവർക്ക് മെയിൻസ് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ടോട്ടൽ 20 മാർക്കിൻ്റെയാണ്. മാത്സിൻ്റെ ഏതൊക്കെ പോർഷൻസ് അതിൻ്റെ സിലബസ് വ്യക്തമായിട്ടൊന്ന് നോക്കാം. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതായത് ബോട്ട്മാസ് നിയമം വെച്ചുള്ള അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, അങ്ങനെ അതിൻ്റെ. പിന്നെ LCM ആൻഡ് HCF, LCM ലസാഗുവും ഉസാഖയും. ഡെസിമൽ നമ്പേഴ്സ് ദശാംശ സംഖ്യകൾ. ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ, സാധാരണ ഭിന്നം, വിഷമഭിന്നം, മിശ്രഭിന്നം. അത് വിശദമായിട്ട്. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്, വർഗവും വർഗമൂലവും. ലോസ് ആൻഡ് ഗെയിൻ, ലാഭവും നഷ്ടവും, ലാഭം നഷ്ടം, നഷ്ടശതമാനം, ലാഭശതമാനം, അങ്ങനെ. സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, അതായത് സമയം, ദൂരം, വേഗത, ഇതൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള. ആവറേജ്, ശരാശരി, ഇത്രയുമാണ് മാത്സിൽ മെയിനായിട്ടുള്ള സിലബസ്. ഇത് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും കാണും. ഇത് 2021 മുതൽ 25 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ 20-ൽ ഒരു 17-18 മാർക്ക് നിങ്ങൾക്ക് 18 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ഉണ്ട്, അത് മനസ്സിലാക്കുക. സ്പീഡിൽ എങ്ങനെ ചെയ്യുക, അതിലെ ട്രിക്കുകളൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ ലെങ്തി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതൽ ടൈം എടുക്കും. ശ്രീമാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസോടുകൂടി പ്രിപ്പയർ ചെയ്യുക. ഡെയിലി ഒരു 3 മണിക്കൂർ വെച്ചിട്ട് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്കിൽ എത്താൻ കഴിയും. ശ്രീമാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകൾ തുടരുന്നതാണ്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.